ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ 11 പേര് അതിനകത്തുണ്ട്. 7 പേര് അവിടെ ഉണ്ടായിരുന്നു. 4 പേര് ഇപ്പോൾ പുതിയതായി നാസയിൽ നിന്ന് പോയിട്ടുണ്ട്. 11 പേരുണ്ട്. ഈ 11 പേർക്ക് പകരം നിങ്ങളൊന്ന് ആലോചിക്കണം, 11 ഗർഭിണികളെ അവിടെ കൊണ്ടുപോയി ആക്കുകയാണ്. 11 ഗർഭിണികളെ അവിടെ കൊണ്ടുപോയി ആക്കുകയാണ്. ഈ 11 ഗർഭിണികൾ അവിടെ വെച്ച് പ്രസവിക്കുകയാണ്. പ്രസവിച്ചതിന് ശേഷം അവരുടെ മാതാക്കൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഈ 11 കുട്ടികൾ അവിടെ വളരുകയാണ്. അവർ വളർന്നു വലുതായി. അങ്ങനെ 11 പേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരുത്തൻ ചോദിച്ചു, അല്ല, നമ്മളിപ്പോൾ ഈ കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാധനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഈ 10 പേരും പറഞ്ഞു, അല്ല, അത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലാതെ ഇങ്ങനെ ഒരു വസ്തു ഇത്രയും വലിയ അജാനബാഹുവായിട്ടുള്ള ഒരു സംഗതി ഇത്രയും വേഗത്തിൽ ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങൂല. അപ്പൊ ആരെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഈ നാസ്തികൻ പറഞ്ഞു, ആരുണ്ടാക്കിയതല്ല. ഇതിപ്പോ നമ്മൾ നോക്കിയേ, ഇതിന്റെ പുറത്തെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുറത്തോട്ട് നോക്കുമ്പോൾ ആകെ ഒരു വായു, പിന്നെ മേഘം പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ പുറത്തൊന്നുമില്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതാ നിങ്ങൾ പറയുന്ന പോലെയല്ല, ആരുണ്ടാക്കിയതല്ല, ഇത് തന്നെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, ആലോചിക്കണം നിങ്ങൾ, ഇത് തന്നെ ഉണ്ടായതാണെന്ന് അവൻ പറഞ്ഞാൽ നമുക്ക് അവനോടും അവനെപ്പോലുള്ള നാസ്തികരോടും ചോദിക്കാനുള്ളത്, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഇതിന്റെ പുറകിൽ 400 കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയിൽ താമസിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇതുണ്ടാക്കിയത് എന്ന് ശാസ്ത്രീയമായിട്ട് അതിനകത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ 10 പേരെ ബോധ്യപ്പെടുത്താൻ അവന് കഴിയോ? ജന്മത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ആ 10 പേരെ ഇത് ശാസ്ത്രീയമായിട്ട് ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഈ 400 കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യ, അവിടെ ഒരു ജീവി 2 കാലും 2 കൈയും തലയും മൂക്കും ഒക്കെ ഉള്ള ഒരു ജീവി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവികളിൽ ചിലരാണ് ഇത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് ഇങ്ങനെ കറക്കുന്നത് എന്ന് ആ പേടകത്തിനകത്തുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഥാപിക്കാൻ അവന് ജന്മത്തിൽ സാധിക്കില്ല. അതിനർത്ഥം ഈ മനുഷ്യനല്ല അതുണ്ടാക്കിയത് എന്ന് വരുമോ? ആ മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളൊരു വസ്തുതയല്ലേ, ഒരു ഫാക്റ്റല്ലേ? പക്ഷേ അതിനകത്ത് ഇവന് തെളിയിക്കാൻ പറ്റുമോ ശാസ്ത്രീയമായിട്ട് ഇതിനകത്ത് ഈ 2 കാലുള്ള മനുഷ്യനാണ് ഇത് ഉണ്ടാക്കി ഇവിടെ വിട്ടത് എന്ന്? അതിനകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ മനുഷ്യനെ കണ്ടെത്താൻ ഇവന് സാധിക്കില്ല. ഇത് തന്നെയാണ് ഈ ഭൂമിക്കകത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ നാസ്തികർ ചോദിക്കുന്നത്, ഇതിൻ്റെ പുറകിലൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കുക ശാസ്ത്രീയമായിട്ട് എന്ന് പറയുന്നത്. അത് എത്ര മാത്രം തെളിയിക്കാൻ പറ്റുകയോ അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല.